നമസ്കാരം, നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സൂര്യാഘാത മുന്നറിയിപ്പിനെ തുടർന്ന് കനത്ത ജാഗ്രത തുടരുന്നു. ഇന്ന് 5 ജില്ലകളിൽ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. രണ്ടാഴ്ചയ്ക്കിടെ 100-ലധികം പേരാണ് സൂര്യാതപമേറ്റ് ചികിത്സ തേടിയത്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ കനത്ത ചൂട് തുടരും. ഇവിടെ താപനില ശരാശരിയിൽ നിന്ന് 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. ഇന്നും നാളെയും ഈ സാഹചര്യം തുടരും. തിരുവനന്തപുരം, പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ താപനില 3 ഡിഗ്രി വരെ ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ സൂര്യാഘാതമേറ്റ് 2 പേർ മരിച്ചിരുന്നു. രണ്ടാഴ്ചയ്ക്കിടെ 100-ലധികം പേരാണ് ചികിത്സ തേടിയത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുകൾ അവഗണിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. വളരെയേറെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഈ കാലാവസ്ഥക്കനുസരിച്ച് എല്ലാം ക്രമീകരിക്കാൻ ആളുകൾ പഠിക്കണം. അതിന് എല്ലാ നിർദ്ദേശങ്ങളും അനുസരിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. രാവിലെ 11 മുതൽ 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും കരുതണം. കാപ്പിയും ചായയും പകൽ സമയം ഒഴിവാക്കണം. തൊഴിൽ മേഖലയിൽ കൊണ്ടുവന്ന സമയക്രമീകരണങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കു നൽകിയ മുന്നറിയിപ്പ് നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കണം. വരൾച്ച മുൻകരുതൽ നടപടികൾക്കായി ജില്ലാ കളക്ടർമാർക്ക് 50 ലക്ഷം രൂപ വീതം നൽകി. സംസ്ഥാനത്ത് 4467 വാട്ടർ കിയോസ്കറുകൾ സ്ഥാപിച്ചു. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളതിനാൽ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തണമെന്ന് വനം വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ കർഷകർക്കും ശാസ്ത്ര സമൂഹത്തിനും ആശങ്ക. വേനൽ തുടങ്ങുമ്പോൾ തന്നെ കടുത്ത ചൂടാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. മറ്റു ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ ചെരുവിലുള്ള വയനാട്ടിലെ കാലാവസ്ഥയെ കർണാടകയിൽ നിന്നുള്ള വരണ്ട കാറ്റ് കാര്യമായി ബാധിക്കുന്നുണ്ട്. വരണ്ട കാറ്റിനെ തടഞ്ഞു നിർത്തിയിരുന്ന മുളങ്കൂട്ടങ്ങൾ നശിച്ചതും ചൂട് വർദ്ധിക്കാൻ കാരണമായി. 7 വർഷം മുമ്പ് വരെ 27 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്ന താപനില 33 ഡിഗ്രിയായി വർദ്ധിച്ചു. നെൽവയലുകൾ കുറഞ്ഞതും കാലാവസ്ഥാ വ്യതിയാനത്തിനു ആക്കം കൂട്ടി. 30,000 ഹെക്ടർ നെൽവയലുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 8,000 ഹെക്ടറേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ മലകളും വെജിറ്റേഷനും ഉള്ള ഒരു പ്രദേശമാണ് വൈത്തിരി താലൂക്ക് എന്ന് പറയുന്നത്. ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ചെമ്പ്രമലയുണ്ട്, മണിക്കുന്ന് മലയുണ്ട്, മറ്റേ സുഗന്ധഗിരിയുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇവിടത്തേക്ക് വെജിറ്റേഷൻ നമ്മൾ ഒരു പരിധിവരെ ഇതിനെ തടഞ്ഞു നിർത്തിയിരുന്നെങ്കിലും അതിനെയും കൂടെ മറികടന്നുകൊണ്ട് ചുടുകാറ്റ് ഈ പ്രദേശത്തേക്കും കൂടെ കൽപ്പറ്റ ഉൾപ്പെടുന്ന ഭാഗത്തേക്കും കൂടെ കടന്ന് എത്തുന്ന അവസ്ഥ നമുക്ക് ഇപ്പം തന്നെ കാണാൻ വേണ്ടി പറ്റും. ചൂട് വർദ്ധിക്കുന്നത് കാർഷിക വിളകളെയും ബാധിക്കുന്നുണ്ട്. വിളകളിലെ രോഗപ്രതിരോധ ശേഷിയും കീടങ്ങളെ ചെറുക്കാനുള്ള ശേഷിയും നഷ്ടമാകുന്നത് കർഷകരിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. സൂര്യതാപമേൽക്കാനുള്ള സാധ്യതയുള്ളതിനാൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം ജില്ലാ ഭരണകൂടം ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 വയനാട്. പത്തനാപുരം പിറവന്തൂരിലെ അനധികൃത ക്വാറിക്കെതിരെ നാട്ടുകാർ നൽകിയ പരാതി അവഗണിക്കുന്നതായ ആരോപണം. പിറവന്തൂർ പഞ്ചായത്തിലെ ചീവോട് മേഖലയിലെ പാറ ഖനനത്തിനെതിരെയാണ് പ്രദേശവാസികൾ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയത്. 40 സെന്റിലാണ് സ്വകാര്യ വ്യക്തി പാറ ഖനനം നടത്തുന്നത്. ജാക്ക് ഹാമറും മെഷീനും വെടിമരുന്നുകളും ഉപയോഗിച്ച് നടത്തിവന്ന ഖനനം കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ തടഞ്ഞിരുന്നു. 20ഓളം കുടുംബങ്ങളാണ് പ്രദേശത്ത് താമസിക്കുന്നത്. ജിയോളജി വകുപ്പിൽ നിന്നും താൽക്കാലിക മണ്ണെടുപ്പിന് ലഭിച്ച അനുമതിയുടെ മറവിലാണ് പാറഖനനമെന്നാണ് ആരോപണം. ജാക്ക് ഹാമർ ഉപയോഗിച്ച് ആഴത്തിൽ കുഴിയെടുത്ത് വെടിമരുന്ന് നിറച്ച് പാറ പൊട്ടിക്കുന്നതിനാൽ സമീപത്തെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായാണ് പരാതി. ജില്ലാ കളക്ടർക്കും പത്തനാപുരം തഹസിൽദാർ പരാതി നൽകിയെങ്കിലും യാതൊരുവിധ അന്വേഷണവും നടന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഉദ്യോഗസ്ഥരെ വഴിവിട്ട് സ്വാധീനിച്ചാണ് ഖനനം നടത്തുന്നതെന്നും ആരോപണമുണ്ട്. താലൂക്കിൽ നാളെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇവർക്ക് വിവരം കിട്ടിയിട്ട് ഇവിടുന്ന് ഈ ജാക്കിയാമറായിരുന്നു അന്ന് ചെയ്തിരുന്നു. ഈ വണ്ടി സഹിതം ഇവിടുന്ന് മാറ്റി മാറ്റി അവിടെ നിന്ന് അവർ വന്നപ്പോൾ ഇവിടെ വണ്ടിയില്ല, ലോഡും ഇല്ല, ഒന്നുമില്ല. പിന്നീട് താലൂക്കിൽ നാളെ വന്ന് സ്റ്റേ ചെയ്യുകയോ എന്തൊക്കെ ചെയ്തു. പിന്നീട് ഇവിടുന്ന് 12 വീട്ടുകാർ ചേർന്ന് പരാതി കളക്ടർക്ക് കൊടുത്തു. അവിടെ നിന്ന് പിന്നെ RDOക്ക് കൊടുത്തു, താലൂക്കിൽ കൊടുത്തു. ഈ പരാതി ഇങ്ങനെ നിലനിൽക്കുകയാണ്. വീണ്ടും ഇവിടുന്ന് പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് ജിയോളജി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരോട് വന്നായിരുന്നു. അവരോട് നമ്മൾ നേരിട്ട് പറഞ്ഞു നമുക്ക് പരാതി വേണമെന്ന് പറഞ്ഞു. അവരിതെല്ലാം കേട്ടിട്ട് പോയിട്ടും ഇവിടെ പെർമിഷൻ കൊടുത്തത് കെമിക്കൽ വെച്ച് പൊട്ടിക്കാൻ വീണ്ടും. നമുക്ക് എന്തായാലും നീതി കിട്ടണം. അല്ല നമുക്ക് ആരോടും പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടുള്ള ഒരു വൈരാഗ്യവുമില്ല. ആദ്യകാലത്ത് ഇവർ നമ്മളോട് നല്ലപോലെ സഹകരിച്ചു. പക്ഷേ ഞങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ സ്ഥലത്തില്ലാത്ത സമയത്താണ് ഇവർ ഇത്രയും വേലകൾ കാണിച്ചത്. പ്രതിഷേധം ശക്തമായപ്പോൾ പാറ പൊട്ടിക്കൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്.
അനധികൃത ഖനനത്തിനെതിരെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 പത്തനാപുരം. നീലേശ്വരം കടിഞ്ഞിക്കടവിൽ നഗരസഭയുടെ റോഡ് നിർമ്മാണത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ജനവാസമില്ലാത്ത സ്ഥലത്ത് തണ്ണീർത്തടങ്ങൾ നശിപ്പിച്ചും കണ്ടലുകൾ വെട്ടിനിരത്തിയുമാണ് റോഡ് നിർമ്മിക്കുന്നത് എന്നാണ് ആരോപണം. കഴിഞ്ഞിക്കടവിൽ പുഴയോട് ചേർന്നാണ് നഗരസഭയുടെ റോഡ് നിർമ്മാണം. സ്വകാര്യ വ്യക്തിയുടെ കൈമാറ്റം ഒഴിപ്പിച്ച് നഗരസഭ തിരിച്ചുപിടിച്ച സ്ഥലമാണിത്. ജനവാസമില്ലാത്ത സ്ഥലത്ത് കണ്ടലുകളും തണ്ണീർത്തടങ്ങളും നശിപ്പിച്ചാണ് റോഡ് നിർമ്മിക്കുന്നതെന്നാണ് പരാതി. 1 കിലോമീറ്റർ ദൂരത്തിലാണ് നിർമ്മാണം. വേലിയേറ്റ സമയത്ത് വെള്ളം കയറുന്ന പ്രദേശമാണിത്. തീരനിയമങ്ങൾ ലംഘിച്ചുള്ള നിർമ്മാണത്തിൽ നടപടി വേണമെന്നാണ് ആവശ്യം. ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അതിനെതിരെ നമുക്ക് പ്രതികരിച്ചേ പറ്റൂ. അതിനെതിരെ ഈ നഗരസഭയിലെ മുഴുവൻ ജനങ്ങൾ, മാത്രമല്ല അത് കാഞ്ഞങ്ങാട് നഗരസഭയോട് പോലും ബാധിക്കുന്ന ഒരു വലിയ ദുരന്തമാണ്. നഗരസഭയുടെ നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കുളം നിർമ്മാണവുമായി കൊല്ലം പന്മന ഗ്രാമപഞ്ചായത്ത് 4 കുളങ്ങളാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർമ്മിച്ചത്. 1 മാസത്തെ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് 4 കുളങ്ങൾ നിർമ്മിച്ചത്. പ്രദേശത്തെ ജലക്ഷാമം പരിഹരിക്കുകയാണ് ലക്ഷ്യം. പന്മന പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം. 90ഓളം തൊഴിലുറപ്പ് തൊഴിലാളികൾ ചേർന്നാണ് കുളം നിർമ്മിച്ചത്. കുടിവെള്ളത്തിനും കൃഷി ആവശ്യങ്ങൾക്കുമായി നിർമ്മിച്ച കുളം സംരക്ഷിക്കാനായി ജൈവവേലി സ്ഥാപിക്കും. ഈ തണ്ണീർത്തടം എന്ന് പറയുന്നത് പഴമകൾ തിരിച്ചു കൊണ്ടുവരികയാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. കുടിനീരിനും പച്ചക്കറിക്കും ആവശ്യമായി ഈ തണ്ണീർത്തടം നിർമ്മിച്ചത് 4 ജൈവവേലിയുടെ സംരക്ഷണത്തിലാണ്. വേനൽക്കാലത്തും പ്രദേശം ജലസമൃദ്ധമാക്കാനാണ് കുളം നിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കുളം നിർമ്മാണം ജലക്ഷാമത്തെ തടയുമെന്ന കണക്കുകൂട്ടലിലാണ് നാട്ടുകാർ. ന്യൂസ് 18 പന്മന. കരിപ്പൂർ വിമാനത്താവളത്തിൽ 5 യാത്രക്കാരിൽ നിന്നായി സ്വർണവും സിഗരറ്റും ഉൾപ്പെടെ 39-49 ലക്ഷം രൂപയുടെ കടത്ത് പിടികൂടി. നെയിൽ കട്ടറിന്റെ രൂപത്തിലും സ്യൂട്ട് കേസിനുള്ളിൽ ബീഡിംഗിന്റെ രൂപത്തിലുമാണ് സ്വർണം ഒളിപ്പിച്ചു കടത്തിയത്. വ്യത്യസ്ത വിമാനങ്ങളിലായി കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ 5 യാത്രക്കാരിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. കൊല്ലം കാവൽത്തോട്ടം കടലോര ഗ്രാമത്തിന്റെ പുനർനിർമ്മാണത്തിനായി വിമോചന പ്രാർത്ഥനാ യാത്ര നടത്തി. പദയാത്രയ്ക്ക് കൊല്ലം രൂപത അധ്യക്ഷൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി നേതൃത്വം നൽകി. അശാസ്ത്രീയമായ കരിമണൽ ഖനനം മൂലം പ്രദേശം പാരിസ്ഥിതികമായി തകർക്കപ്പെടുകയും സാമൂഹികമായി പ്രതിസന്ധിയിലാവുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് വിമോചനയാത്ര സംഘടിപ്പിച്ചത്. കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയുടെ നേതൃത്വത്തിലായിരുന്നു യാത്ര. ആലപ്പാട് മുതൽ കരിത്തുറ വരെയുള്ള പ്രദേശങ്ങൾ ആഗോള ശ്രദ്ധ ആവശ്യമുള്ള പ്രദേശങ്ങളാണെന്ന് ബിഷപ്പ് പറഞ്ഞു. ആഗോള ശ്രദ്ധ ആവശ്യമായിട്ടുള്ള ഒരു മേഖലയാണ് ആലപ്പാട് മുതൽ കരുത്തുറ വരെയുള്ള സ്ഥലം. ഏറെ പ്രത്യേകിച്ച് ഈ കോവിൽത്തോട്ടം. കാരണം കോവിൽത്തോട്ടത്താണ് കൂടുതൽ നാശമുണ്ടാക്കിയത്. പക്ഷേ എല്ലാവരും പല ഗ്രൂപ്പായിട്ടൊക്കെ നിന്നതുകൊണ്ട് ആരും അറിഞ്ഞില്ല. പലരും കൊച്ചു കൊച്ചു വാഗ്ദാനങ്ങളൊക്കെ നടത്തി. പക്ഷെ ഒരു വാഗ്ദാനം പാലിച്ചില്ല. ശരിക്കും നിരാശയോടുകൂടെ വേദനയോടുകൂടെയാണ് ഇവിടെ നിൽക്കുന്നത്. നിയമപരമായ കരാറിലെ അടിസ്ഥാനത്തിലാണ് കോവിൽത്തോട്ടം നിവാസികൾ KMMLന് ഭൂമി വിട്ടു നൽകിയിരുന്നത്. 3 വർഷത്തിനകം അതേ അളവിൽ ഭൂമി തിരികെ നൽകുമെന്നും അതുവരെ വീട്ടുവാടക ഇനത്തിൽ 75,000 രൂപ നൽകുമെന്നത് അടക്കമുള്ളതായിരുന്നു വ്യവസ്ഥകൾ. എന്നാൽ ഭൂമി ഏറ്റെടുത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കരാർ വ്യവസ്ഥകൾ നടപ്പിലാക്കിയില്ലെന്നാണ് പരാതി. ന്യൂസ് 18 കൊല്ലം. പുടവ ചുറ്റി ചായം പൂശി ആടയാഭരണങ്ങൾ അണിഞ്ഞ് ദേവി കടാക്ഷത്തിനായി പുരുഷാംഗനമാർ എത്തിയ ചമയവിളക്ക് മഹോത്സവം ഭക്തിയുടെ കാഴ്ചയും കൗതുകവും പകർന്നു. കൊല്ലം ചവറ മേജർ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ചമയവിളക്ക് മഹോത്സവമാണ് ആചാര വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായത്. ക്ഷേത്രോൽപത്തിയുടെ ഐതിഹ്യപെരുമയുള്ള സ്ത്രീ വേഷധാരികളുടെ വിളക്കെടുപ്പിന് സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്നായി ആയിരങ്ങളാണ് എത്തിയത്. നാരികളെയും തോൽപ്പിക്കുന്ന രീതിയിൽ പുരുഷന്മാരെ അണിയിച്ചൊരുക്കാൻ നിരവധി ചമയപ്പുരകളാണ് ഒരുങ്ങിയത്. 2 വയസ്സുള്ളവർ മുതൽ 85 വയസ്സുള്ള വയോധികർ വരെ ഇത്തവണ വിളക്കെടുക്കാനെത്തി. ഇതെൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഞാൻ വന്നത്. ഇവിടുത്തെ ഐതിഹ്യങ്ങളും ചുറ്റുവട്ടങ്ങളും എല്ലാം 7 ദിവസം അല്ലെങ്കിൽ 21 ദിവസമൊക്കെ വ്രതം എടുത്ത് ഒക്കെയാണ് ഈ സംഭവങ്ങൾ ചെയ്യുന്നത്. ഇത് നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കും. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എത്തി കുരുത്തോല പന്തലിൽ വിശ്രമിച്ച ശേഷമാണ് ദേവി വിളക്ക് കാണാൻ എത്തുന്നു എന്നതാണ് ഐതിഹ്യം. വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഉത്തിഷ്ടകാര്യ സാധ്യത്തിനായി നിരവധി ഭക്തരാണ് ചമയ വിളക്കെടുക്കാനായി എത്തുന്നത്. എൻ്റെ ഫ്രണ്ട്സ് ത്രൂ ആണ് ഞാൻ വിളക്കിനെ കുറിച്ച് അറിഞ്ഞത്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സെക്കൻഡ് ടൈമും ഇവിടെ വന്ന് വിളക്കെടുക്കുന്നത്. വിചാരിച്ച ആഗ്രഹങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിളക്കെടുക്കുന്നത്. 2ാമത്തെ പ്രാവശ്യം വന്നത്. ഇനി എത്രത്തോളം കഴിയോ അത്രത്തോളം ഞാൻ വന്ന് വിളക്കെടുക്കും. मेरा फर्स्ट साल है और मैं इसमें यूट्यूब में देखा था
तो मुझे यानी वीडियो देख के बहुत ही लगा। पर हम लोग फर्स्ट टाइम आए हैं नागपुर से, तो यहाँ ऐसा विश्वास है, तो मुझे भी विश्वास है कि ऐसा होना ही चाहिए, तो हर साल आएंगे फिर हम लोग। കേരളത്തനിമയുള്ള വേഷത്തിലെത്തിയ പുരുഷ സുന്ദരിമാരുടെ സൗന്ദര്യം സ്ത്രീകളായ ഭക്തർക്കും കൗതുകമായി. ചമയവിളക്കിനൊപ്പം താലം, കാക്കവിളക്ക് എന്നിവയേന്തി ദേവി കടാക്ഷത്തിനായി ക്ഷേത്രം മുതൽ കുഞ്ഞാലമൂട് വരെ റോഡിനിരുവശവും കാത്തുനിൽക്കുന്ന പുരുഷാങ്കനമാരെ ക്ഷേത്രത്തിൽ നിന്ന് എത്തുന്ന ദേവി അനുഗ്രഹിച്ചതോടെയാണ് ചമയവിളക്ക് മഹോത്സവം പൂർത്തിയായത്. ന്യൂസ് 18 കൊല്ലം. തോട്ടം മേഖലയിലെ ക്ഷേത്രങ്ങളിലും ദേവാലയങ്ങളിലും വ്യാപക മോഷണം. ചപ്പാത്ത്, വള്ളക്കടവ് മേഖലകളിൽ 6 കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചികളും ദേവാലയങ്ങളിലെ നേർച്ചപ്പെട്ടികളും കൊള്ളയടിച്ച സംഘങ്ങൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചപ്പാത്ത് കരിങ്കുളം ക്ഷേത്രത്തിലായിരുന്നു ആദ്യ മോഷണം. ക്ഷേത്രം ഓഫീസിന്റെ കതകുകൾ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. വള്ളക്കടവ് പാലത്തിന് സമീപത്തുള്ള കാണിക്കവഞ്ചി കുത്തി തുറന്ന പണം അപഹരിച്ചു. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെയും ശിവക്ഷേത്രത്തിന്റെയും കാണിക്കവഞ്ചികൾ കവർച്ച ചെയ്തു. ഇതേ ദിവസം തന്നെ മാർത്തോമ പള്ളിയുടെ കുരിശടിയുടെ പൂട്ടും മോഷ്ടാക്കൾ കുത്തി തുറന്നു. പോലീസ് നായയെ എത്തിച്ച് പരിശോധന നടത്തിയിട്ടും തുമ്പൊന്നും കിട്ടിയില്ല. വാഗമൺ പാലൊഴുകുംപാറ കൂട്ടക്കൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലും കള്ളൻ കടന്നു. കാണിക്കവഞ്ചിയിലെ പണം നഷ്ടമായി. ഓഫീസ് മുറിയിലെ അലമാരയ്ക്കകത്ത് സൂക്ഷിച്ച പണവും കള്ളന്മാർ അപഹരിച്ചു. പോലീസ് രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കിയെങ്കിലും ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. ഇനി കാർഷിക കേരളം. കരിങ്കൽ ക്വാറിയെ കൃഷിഭൂമിയാക്കി കാസർഗോട്ടെ കർഷകർ. പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവ് ലഭിച്ച എണ്ണപ്പാറ 7-ാം മൈലിൽ രമേശൻ തിരിച്ചടി ഭയന്ന് കാർഷിക രംഗത്തിറങ്ങാൻ മടിക്കുന്നവർക്കൊക്കെ മാതൃകയാണ്. ഇവിടെ ഇങ്ങനെ പച്ചക്കറികൾ വിളഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ നല്ല വളക്കൂറുള്ള മണ്ണാണെന്നേ പറയൂ. കരിങ്കൽ ക്വാറിയെ കഠിനാധ്വാനം കൊണ്ട് ഫലഭൂയിഷ്ടമാക്കാം എന്നത് രമേശിന്റെ സ്വപ്നമായിരുന്നു. ക്വാറിയിൽ ആവശ്യത്തിന് മണ്ണിട്ട് കൃഷി തുടങ്ങി. ജൈവരീതിയിലാണ് പരിപാലനം. വെള്ളരി, പടവളം, കൈപ്പയ്ക്ക, ചീര, വെണ്ട തുടങ്ങിയ ഇനങ്ങളെല്ലാം ഉണ്ട് കൃഷിയിടത്തിൽ. കല്ല് മുറിക്കാൻ മതി, മരത്തേന്നൊന്നും നടാൻ കഴിയുന്നില്ല. പിന്നെ കല്ല് മുറിച്ച് പിന്നെ ഞങ്ങൾ മണ്ണിറക്കി ഇതാക്കിയോണ്ട് ഞാൻ കൃഷിയിൽ തന്നെ ഉപയോഗിച്ചു. ആദ്യം നെൽകൃഷിയാണ് 2 കൊല്ലം നെൽകൃഷിയാക്കി, പിന്നെ കഴിയുന്നില്ല, പിന്നെ പച്ചക്കറി തുടങ്ങി. പ്രദേശത്തെ കച്ചവടക്കാരും വീട്ടുകാരുമെല്ലാം ഇവിടെ നിന്നാണ് പച്ചക്കറികൾ വാങ്ങുന്നത്. കൃഷി ഉദ്യോഗസ്ഥരും കർഷകരുമടക്കം നിരവധി പേരാണ് ക്വാറിയിലെ കൃഷിരീതി അറിയാൻ ഇവിടെ എത്തുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. വിഷുവിന് വിഷരഹിത പച്ചക്കറി തയ്യാറാക്കുകയാണ് പട്ടാമ്പി കൊടല്ലൂരിലെ കർഷകർ. 2ാം വിള കഴിഞ്ഞ 15 ഏക്കർ പാടത്താണ് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി നടത്തുന്നത്. പട്ടാമ്പി കൊടല്ലൂർ പാടശേഖരത്തിലെ 15 ഏക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി. പാടശേഖര പച്ചക്കറി ഉൽപാദക ഗ്രൂപ്പ് എ ഗ്രേഡ് ക്ലസ്റ്ററിലെ കർഷകരുടെ നേതൃത്വത്തിലാണ് കൃഷി ഇറക്കുന്നത്. വിഷുവിന് വിഷരഹിത പച്ചക്കറി വിപണിയിലെത്തിക്കുകയാണ് ലക്ഷ്യം. ക്ലസ്റ്ററിലെ 34 കർഷകർ ചേർന്നാണ് കൃഷി ഇറക്കിയത്. 2ാം വിള നെൽകൃഷി കഴിഞ്ഞ പാടത്താണ് ഇപ്പോൾ പച്ചക്കറി നട്ടത്. പയർ, വെണ്ട, ചീര, മത്തൻ, കുമ്പളം, വെള്ളരി, തണ്ണിമത്തൻ, പടവലം എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. വെണ്ട, പയർ, കുമ്പളം എന്നിവയിൽ ഹൈബ്രിഡ് വിത്തുകളും പരീക്ഷിക്കുന്നുണ്ട്. പട്ടാമ്പി മധ്യമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ സാങ്കേതിക സഹായവും പട്ടാമ്പി നഗരസഭാ കൃഷിഭവന്റെ സാമ്പത്തിക സഹായവും ലഭ്യമാണ്. കൃഷി ഓഫീസറും മറ്റു ഉദ്യോഗസ്ഥരും അവരൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഫീൽഡുകൾ വന്ന് പരിശോധിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും ഞങ്ങൾക്ക് സ്ഥിരമായി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജൈവ രീതിയിലാണ് കൃഷി. ആഴ്ചയിൽ ഒരു തവണ ക്രോപ്പ് ഹെൽത്ത് ക്ലിനിക്കിലെ ജീവനക്കാർ കൃഷിസ്ഥലം സന്ദർശിക്കുകയും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. വിഷുവിന് മുൻപ് വിളവെടുപ്പ് നടത്താനാകുമെന്നാണ് കണക്കാക്കുന്നത്. ലഭിക്കുന്ന ജൈവ പച്ചക്കറികൾ കാർഷിക വിപണന കേന്ദ്രങ്ങൾ വഴി വിറ്റഴിക്കും. ന്യൂസ് 18 പട്ടാമ്പി. വയനാട്ടിൽ വീണ്ടും കുരങ്ങുപനി മരണം. തിരുനെല്ലി ബേഗൂർ കോളനിയിലെ സുന്ദരനാണ് മരിച്ചത്. തിരുനെല്ലിയിൽ മറ്റു 2 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 11-നാണ് തിരുനെല്ലി അപ്പപ്പാറ ബേഗൂർ കോളനിയിലെ സുന്ദരന് കുരങ്ങുപനി സ്ഥിരീകരിച്ചത്. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയാണ് മരണം. തിരുനെല്ലിയിൽ മറ്റു 2 പേർക്കും കുരങ്ങുപനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ജില്ലയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 5ആയി. തിരുനെല്ലി പഞ്ചായത്തിൻ്റെ തന്നെ അപ്പപ്പാറ PSC നിന്നാണ് കൂടുതൽ കേസുകൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ 5 കേസുകളാണ് നമുക്ക് കൺഫേംഡ് ആയിട്ടുള്ളത്. അപ്പോൾ 2 പേര് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഓൾറെഡി 2 പേര് ട്രീറ്റ്മെൻറ്റിലുണ്ട്, 2 പേര് ഇത് കഴിഞ്ഞ് പോയിട്ടുണ്ട്. പണിക്ക് പോയ വേളയിൽ സുന്ദരന് ചെള്ളിന്റെ കടിയേറ്റ് കുരങ്ങുപനി ബാധിച്ചിരിക്കാം എന്നാണ് കരുതുന്നത്. സുന്ദരൻ ജോലിക്ക് പോയിരുന്ന കാടിന് സമീപത്തെ പുഴയോരത്ത് ചത്തകുരങ്ങിനെ കണ്ടെത്തിയിരുന്നു. പനിമരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മുൻകരുതൽ ശക്തമാക്കുകയാണ് ആരോഗ്യവകുപ്പ്. അതിർത്തി പ്രദേശത്ത് കുരങ്ങുപനി റിപ്പോർട്ട് ചെയ്തു, ഒരാൾ മരണപ്പെടാനിടയായിട്ടുണ്ട്. അപ്പോൾ ഇന്നും കുരങ്ങുപനി അവിടെ ബാവലി പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തതായിട്ട് വന്നു.
2 ദിവസം മുമ്പെയാണ് റിപ്പോർട്ട് ചെയ്തത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ സരിത വയനാട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓടിയെത്തുകയും നല്ല ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അത് ജനങ്ങളും അത് കാണണം. കൊതുക് നശീകരണം എന്തായാലും നടത്തണം. 2015 ശേഷം ഇതാദ്യമായാണ് സംസ്ഥാനത്ത് കുരങ്ങുപനി മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് വയനാട്ടിൽ 11 പേർ കുരങ്ങുപനി ബാധിച്ച് മരിച്ചിരുന്നു. ന്യൂസ് 18 വയനാട്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം നഗരസഭയിലെ കുറ്റിപ്പാല രാജീവ് ഗാന്ധി കോളനിയിൽ അദാലത്ത് സംഘടിപ്പിച്ചു. അതോറിറ്റി അംഗങ്ങൾ വാഗ്ദാനം ചെയ്ത പട്ടയം ഇതുവരെ ലഭിക്കാത്തവരുടെ പരാതി കേട്ടു. വീടുകളുടെ മേൽക്കൂരകൾ തകർന്ന നിലയിലാണെന്ന് കോളനിവാസികൾ പരാതിപ്പെട്ടു. സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താൻ ജില്ലാ സബ് ജഡ്ജി MP ജയരാജന്റെ നേതൃത്വത്തിലുള്ള സംഘം കോളനിയിലെ വീടുകൾ സന്ദർശിച്ചു. IMAയുടെയും KMCT ശ്വാസകോശ രോഗ വിഭാഗത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുക്കത്ത് ലോക ക്ഷയരോഗ ദിനം ആചരിച്ചു. മണാശ്ശേരി KMCT മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിച്ച പരിപാടി IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ME സുഗതൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ആശുപത്രികളിൽ ക്ഷയരോഗികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികൾ സ്വകാര്യ ആശുപത്രികളിലും ലഭ്യമാക്കിയാൽ ചികിത്സ കൂടുതൽ കാര്യക്ഷമമാകുമെന്ന് IMA ഭാരവാഹികൾ പറഞ്ഞു. ഇന്ത്യ രാജ്യം മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ 1 ലക്ഷത്തിന് 1 ലക്ഷം ആൾക്കാരെടുക്കുമ്പോൾ 211 ആൾക്കാർ പുതിയ ഓരോ കൊല്ലവും TB രോഗികളായി വരുന്നുണ്ട്. കേരളത്തിൽ അത് കുറച്ച് കുറവാണ്. വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് ഇയർ റിപ്പോർട്ട് അനുസരിച്ച് 45 പേരേ ഉള്ളൂ. നോക്കൂ, 211 ഓൾ ഇന്ത്യ തലത്തിൽ വരുമ്പോൾ നമുക്കിവിടെ 45ആണ്. നമ്മളെ വളരെ എഫക്റ്റീവായിട്ടുള്ള പല തരത്തിലുള്ള കാര്യങ്ങളും നടന്നുകൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പിയിൽ വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. പട്ടാമ്പി നിയോജക മണ്ഡലം തലത്തിൽ നടന്ന വനിതാ പാർലമെന്റ് മലയാളം മിഷൻ ഡയറക്ടർ സുജ സൂസൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പട്ടാമ്പി അസംബ്ലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചത്. രാജ്യത്ത് സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങളും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വെല്ലുവിളികളും വനിതകൾക്ക് പൊതുസമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന നീതി നിഷേധവും ചർച്ച ചെയ്യാനാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നുണ്ട് ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും സഞ്ചാര